നിരവധി വ്യത്യസ്തമായ ചിത്രങ്ങൾ പകർത്തി ശ്രദ്ധേയനാവുകയാണ് വന്യജീവി ഫോട്ടോഗ്രാഫറായ ഷഫീഖ് ബഷീർ അഹമ്മദ്. നിരവധി വന്യജീവികളുടെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് അദ്ദേഹം ക്യാമറയിൽ പകർത്തിയിട്ടുള്ളത്. ഇതിന് ദേശീയ തലത്തിലും സംസ്ഥാന സർക്കാരിന്റെ തലത്തിലും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഷഫീഖിൻ്റെ ചിത്രങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ കാടെന്ന ലോകത്തെക്കുറിച്ച് അത്ഭുതപ്പെടും. കാടിനെയും കാടിലെ ജീവികളെയും അത്രയ്ക്ക് മനോഹരമായാണ് ഷഫീഖ് പകർത്തിയിരിക്കുന്നത്. എറണാകുളം RTOയിലെ ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്ന ഷഫീഖ് അഹമ്മദ് എന്ന ഈ പത്തനംതിട്ടക്കാരൻ കയറാത്ത ഇന്ത്യയിലെ കാടുകൾ വിരളം. പലരും ചോദിക്കാറുണ്ട്, സാർ ഇത്ര അടുത്തൊക്കെ പോയി പടം എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കില്ലേ, ഇതുമൂലം ഒത്തിരി ആളുകൾ മരിക്കില്ലേ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു ആ പെരുമാറുന്ന ഇതിൽ തന്നെ തിരിച്ച് നമുക്ക് ലഭിക്കും. പറമ്പിക്കുളത്തെ നിഗൂഢ രഹസ്യങ്ങൾ, റഷ്യൻ കാടുകളിലെ വന്യജീവി സങ്കേതം, കേദർനാഥ് വന്യജീവി സങ്കേതം, ജയ്സാൽമാർ മരുഭൂമിയിലെ ഡെസർട്ട് നാഷണൽ പാർക്ക് എന്നിങ്ങനെ നീളുന്നു കാട് യാത്രകളുടെ പട്ടിക. റഷ്യയുടെ ആ പച്ചപ്പും മനുഷ്യൻ്റെ കാൽപ്പാട് പോലും പതിയാത്ത ആ ക്രൊണോട്സ്കി നാഷണൽ ബയോസ്ഫിയർ എന്ന് പറയുന്ന നാഷണൽ പാർക്കിൻ്റെ സൗന്ദര്യം എന്നെ വളരെയധികം ആകർഷിച്ചു. ഇതിനകം 10ഓളം വിദേശ രാജ്യങ്ങളിലെ കാടുകളിലേക്ക് കയറി ഇദ്ദേഹം. വരുന്ന ജനുവരിയിൽ കനഡയിലെ അലസ്കയിലേക്ക് തിരിക്കാൻ തയ്യാറെടുക്കുകയാണ് ഷഫീഖ്. ക്യാമറ പേഴ്സൺ ഉമർ എടപ്പാളിനോടൊപ്പം JK അൻസാർ, മീഡിയ 1 കൊച്ചി. വന്യജീവി ഫോട്ടോഗ്രാഫറായ ഷഫീഖ് തന്നെയാണ് ഇന്ന് മോർണിംഗ് ഷോയിൽ നമ്മളോടൊപ്പം മോർണിംഗ് മുഖത്തിൽ അതിഥിയായി ചേരുന്നത്. സ്വാഗതം ഷഫീഖ് മോർണിംഗ് ഷോയിലേക്ക്. സ്വാഗതം. ആദ്യം തന്നെ താങ്കൾ ജോലി ചെയ്യുന്നത് ഒരു RTO ആയിട്ടാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും തിരക്ക് പിടിച്ചൊരു നഗരത്തിൽ ജോലി ചെയ്യുന്നതിനിടയിൽ എങ്ങനെയാണ് ഇത്തരം കാട്ടിലേക്കുള്ള യാത്രയ്ക്കും കാടിനോടുള്ള സൗന്ദര്യം ആസ്വദിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സമയവും സന്ദർഭവും ലഭിക്കുന്നത്? കാട്ടിലേക്കുള്ള യാത്ര എന്ന് പറയുന്നൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കിട്ടുന്ന അവധികളിൽ മാത്രമേ പറ്റൂ. പ്രൈമറി ആയിട്ട് നമ്മൾ മോട്ടോർ വാഹന വകുപ്പിലെ എൻ്റെ ജോലി തന്നെയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ കിട്ടുന്ന അവധികൾ ഞാൻ കാട്ടിലേക്ക് പോകും. അതിൻ്റെ മാനസിക ഉല്ലാസത്തിനും വീണ്ടും കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യാനും സഹായിക്കാറുണ്ട് ഈ യാത്രകൾ. ചിത്രങ്ങൾ, എനിക്കൊന്നും ചിത്രങ്ങൾ മാത്രമല്ല ദൃശ്യങ്ങളും ഷഫീഖ് പകർത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി മേഖലയിലെ ഇത്രയും നാളത്തെ ഒരു അനുഭവങ്ങൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാം? നമ്മളെപ്പോഴും എൻ്റെ കുറേയധികം ദിവസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഈ അനുഭവങ്ങൾ തന്നെയാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലുള്ളത്. ഞാൻ ആദ്യം അത് വളരെ ആക്സിഡൻ്റായിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നെങ്കിലും എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഇഷ്ടപ്പെടുന്ന ഈ വൈൽഡ് ലൈഫും ഈ കിളികളും ഒക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇത് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ കാണുന്ന ആ സൗന്ദര്യം നമ്മളെ തീർത്തും ഈ ഫ്രെയിമിലൂടെ കാണുമ്പോൾ അത് വളരെയധികം സന്തോഷം തോന്നുന്നു. ഇങ്ങനെ എടുക്കുന്ന ഫോട്ടോസ് പബ്ലിക്കിലേക്ക് വരികയും അത് വൈൽഡ് ലൈഫിനെയും ഈ നമ്മുടെ ഈ പ്രകൃതിയെയും സംരക്ഷിക്കുന്ന ഒരു പുതിയ ജനത ഉണ്ടാകുന്നതാണ് എൻ്റെ മാനസികമായിട്ട് എനിക്ക് ഈ ഫോട്ടോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത് സംരക്ഷിക്കേണ്ടതാണ്. പ്രകൃതിയുടെ ഈ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് ഇപ്പോൾ ഞാൻ ഫോട്ടോഗ്രാഫിയിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട്, നിരവധി ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളെയും കണ്ടിട്ടുണ്ട്, അതിനെ അടുത്തറിയാനും കഴിഞ്ഞിട്ടുണ്ട്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്, വ്യത്യാസമുണ്ട്, അടുപ്പമുണ്ട്, പലതരത്തിൽ അവയ്ക്ക് ബന്ധമുണ്ട്. എങ്ങനെയാണ് അതിനെ ഒരു വന്യജീവി ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് ഷഫീഖ് കാണുന്നത്? ഞാൻ ശരിക്കും മനുഷ്യരും മൃഗങ്ങളുമായിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എൻ്റെ ഈ 10-15 വർഷത്തെ ഈ എക്സ്പീരിയൻസിനിടയ്ക്ക്. അത് ആഗ്രഹം എന്ന് പറയുന്ന ഒരു വികാരം മാത്രമാണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഈ ആഗ്രഹത്തിലൂടെയാണ് മനുഷ്യൻ മനുഷ്യനല്ലാതാവുന്നതും മനുഷ്യനായിത്തീരുന്നതും. എന്നാൽ മൃഗങ്ങൾക്ക് ആഗ്രഹങ്ങളില്ല. അവരന്നുള്ള കാര്യങ്ങൾ കഴിച്ച് അവരുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പോവുകയാണ്. ഈ ആഗ്രഹങ്ങളുടെയും ദുരാഗ്രഹങ്ങളുമാണ് മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ മാറ്റുന്ന ഏറ്റവും ഒരു വ്യത്യസ്തമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്. ശരിക്കും ഇപ്പോൾ ഷഫീഖ് തന്നെ പറഞ്ഞു, ഈ ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഒരുപാട് യാത്ര ചെയ്തപ്പോൾ ഒരുപാട് ഈ വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ ഷഫീഖ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവയുടെ പരിപാലനത്തിൽ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ എടുത്തു നോക്കിയാൽ പരിപാലനത്തിലും മറ്റ് എല്ലാത്തിലും എങ്ങനെയാണ് ഒരു വ്യത്യാസം കാണുന്നത് വൈൽഡ് ലൈഫ് സാങ്ച്വറികളിലൊക്കെ?
ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നല്ല വൈൽഡ് ലൈഫ് സാഞ്ചുറിയും ഏറ്റവും നന്നായിട്ട് പരിപാലിക്കപ്പെടുന്നതുമായിട്ടുള്ള സാഞ്ചുറികളിലൊന്നാണ് പറമ്പിക്കുളം വൈൽഡ് ലൈഫ് സാഞ്ചുറി. കേരളം തന്നെയാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയിലുള്ള വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. കുറേ സന്ദർശകർക്ക് വിലക്കുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ ജൈവ വൈവിധ്യങ്ങളെയും ഈ പക്ഷി ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് കേരള ഫോറസ്റ്റ് അഭിനന്ദനമായ സേവനം തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമത് ഞാൻ കേരളത്തിന് വെളിയിലേക്ക് പോയിട്ടുണ്ട്, ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ റഷ്യയുടെ ക്ഷണം അനുസരിച്ച്, അവിടുത്തെ കൺസർവേഷൻ സൊസൈറ്റിയുടെ ക്ഷണം അനുസരിച്ച് ഞാൻ പോയ പാർക്കിൽ നമ്മൾ നടക്കുന്ന ഒരു വഴിയിലൂടെ തന്നെ നടക്കാൻ പറ്റൂ. കാരണം ആ വഴിയിൽ നിന്ന് നമ്മൾ മാറിക്കഴിഞ്ഞാൽ അവിടുത്തെ റേഞ്ചറും അവരുടെ ഫോറസ്റ്റ് ഗാർഡുകളും നമ്മളെ വളരെയധികം ശാസിക്കും. കാരണം ഒരു ഫ്ലോറയോ ഫൂണയോ ഒരു സസ്യ ജീവജാലങ്ങളോ നമ്മൾ ചവിട്ടാൻ പാടില്ല, അത് നശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഏത് വഴിയിലൂടെയാണോ നമ്മൾ പോകുന്നത് ആ വഴിയിലൂടെ പോകാം. അത്ര കെയർഫുള്ളായിട്ടാണ് വെളിയിലുള്ള ആളുകൾ ഈ ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നത്. നമ്മുടെ നാട്ടിലും നമ്മുടെ ഫോറസ്റ്റുകാർ മാത്രം വിചാരിച്ചാൽ സംരക്ഷിക്കപ്പെടുന്ന അല്ല ഈ വൈൽഡ് ലൈഫ്, അല്ലെങ്കിൽ ഈ പ്രകൃതി സംരക്ഷണം. നമ്മൾ പുതിയ വരുന്ന യൂത്ത് ഇതിന് മുൻകിട്ട് ഇറങ്ങണം. ഇപ്പം കാണുന്ന യൂത്ത് എന്ന് പറയുന്നത് വെറും ഫോട്ടോ എടുക്കുന്ന രീതി, ഒരു മൊബൈൽ ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ ഫോട്ടോ എടുക്കുകയും നമ്മൾ ഒരു ആനയെ റോഡിൽ കണ്ടാൽ നേരെ അതിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയും മോട്ടോർ ഓടിച്ച് അതിനെ പേടിപ്പെടുത്തുകയും അതുമൂലം നിരവധി അപകടങ്ങൾ തന്നെ ഇപ്പം ഈ പറയുന്ന അടുത്ത കാലങ്ങളിലേക്ക് മാധ്യമങ്ങളിലൂടെ വായിക്കാനിട വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നും ഇത് സംരക്ഷിക്കപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെയും കടമയാണെന്നും ഇത് കൂട്ടായ ഒരു യജ്ഞത്തിലൂടെ മാത്രമേ പ്രകൃതിയെ സംരക്ഷിക്കാൻ പെടുകയുള്ളൂന്നും ഈ വൈവിധ്യങ്ങളുടെ കൂട്ടായ്മ നമ്മൾ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളാണെന്നും ഈ അനുഗ്രഹങ്ങൾ ഒന്ന് നശിച്ചു കഴിഞ്ഞാൽ വേറൊന്ന് അതിലൂടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. എക്കോസിസ്റ്റത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പരസ്പര പൂരിതങ്ങളായ ഈ വൈവിധ്യങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ കൂട്ടായ ഒരു പ്രവർത്തനം അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റ് ചിത്രങ്ങൾ എടുക്കുന്നത് പോലെയല്ല വന്യജീവികളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ കാടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന ചിത്രങ്ങൾ എടുക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലൊരു ഉദ്യമത്തിന് ഇറങ്ങുമ്പോൾ നിരവധി ചലഞ്ചിങ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ ഓർത്തെടുക്കാമോ? പൊതുവേ പറഞ്ഞാൽ വന്യജീവിയുമായി ബന്ധപ്പെട്ട് എൻ്റെ ജീവിതത്തിൽ മരണത്തിനെ മുഖാമുഖം കാണുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒരു പ്രിക്വയർ എന്നുള്ള നിലയിൽ ഒരു കാട്ടിലേക്ക് കയറുമ്പോൾ കുറേ മര്യാദകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു കാടറിഞ്ഞാൽ മാത്രമേ കാടിനുള്ളിൽ കയറാൻ പറ്റുകയുള്ളൂ. എസ്പെഷ്യലി നമുക്ക് കാടിനുള്ളിൽ നടന്ന് കയറാൻ പറ്റുന്ന ഒരേ ഒരു സംസ്ഥാനം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കേരളം മാത്രമായിരിക്കും. അതും അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസ് വേണം. നമ്മൾ കാടിൻ്റെ സൗണ്ട് ഉണ്ടാക്കാതെ കയറുക, നമ്മുടെ പെർഫ്യൂം യൂസ് ചെയ്യാതെ കയറുക, അതുപോലെ തന്നെ നമ്മൾ നടക്കുന്ന എന്തൊക്കെയാണ് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സൗണ്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ കയറുക. അങ്ങനെ ഒരു പ്രാവശ്യം ഇതുപോലെ പറമ്പിക്കുളത്തുനിന്ന് എനിക്ക് എൻ്റെ വളരെയധികം അറിയാവുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവിടെ ബേർഡ് സർവേ നടക്കുകയാണ്, സാറ് വരണം എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ഒരു ദിവസം കഴിഞ്ഞ ജനുവരി 2015 അവിടെ പോവുകയും ബേർഡ് സർവേയിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ അവിടെ ഒരു വലിയ ഒരു ടൈഗർ, ഒരു കാട്ടുപോത്ത്, ഗൗർ എന്നറിയപ്പെടുന്ന കാട്ടുപോത്തിനെ പിടിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് സാറേ അതിൻ്റെ കില്ലുണ്ട്, അതുകൊണ്ട് ടൈഗറിൻ്റെ സാന്നിധ്യം വളരെയധികം ഉണ്ട്, സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാനും എൻ്റെ റേഞ്ച് ഓഫീസറായിട്ടുള്ള എൻ്റെ കൂടെ വന്നിരുന്ന മനോജ് സാറുണ്ടായിരുന്നു, പിന്നെ അവിടുത്തെ വാച്ചർ ശ്രീനി ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മൾ കന്നിമാര തേക്കിന് താഴെ വശത്തുള്ള ഒരു ആതിരപ്പള്ളിയിലേക്ക് പോകുന്നൊരു ആറൊഴുകുന്നുണ്ട്. ഈ ആറിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് ഈ കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അധികം ടൈഗർ സർവേയിൽ പെടാതെ തന്നെ ടൈഗർ ഇഷ്ടം പോലെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് ഞാൻ. അപ്പം ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ടൈഗറിൻ്റെ ഫോട്ടോസ് എടുക്കണം എന്ന് വിചാരിച്ച് പല സമയങ്ങളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ആറിൻ്റെ മണൽത്തിട്ടകൾ മുഴുവനും ടൈഗറിൻ്റെ പക്ക് മാർക്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ചില പക്ക് മാർക്സുകൾ കണ്ടു കഴിഞ്ഞാൽ, കാൽപ്പാടുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആൺ ടൈഗറാണോ പെൺ ടൈഗറാണോ അതോ കുഞ്ഞുങ്ങളാണോ എന്ന്. പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെയധികം കുഞ്ഞുങ്ങളുടെ കാൽപ്പാടാണ്. അപ്പം ഫ്രഷായിട്ടുള്ള മാർക്കുകൾ കണ്ടു കഴിഞ്ഞാൽ ടൈഗർ പോയിട്ടേ ഉള്ളൂ എന്നും അറിയാം. അപ്പോൾ കാറ്റ് നമുക്ക് അനുകൂലമായിരുന്നു. കാറ്റ് എന്നെ തഴുകിയിട്ടാണ് പിറകോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ മണം ആ ടൈഗറിന് കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഉണ്ട് ശരിക്കും മണൽത്തിട്ടയിൽ നിന്ന് ഈ വെള്ളത്തുള്ളികൾ വീണ് കിടക്കുന്ന പാടുകൾ കാണാം. അപ്പം ഒരു വെള്ളത്തിൽ നിന്ന് കയറിയ ടൈഗർ മുമ്പോട്ട് നടക്കുന്ന സമയത്ത് അതിൻ്റെ തുള്ളികൾ വീണ് കഴിഞ്ഞാൽ ജസ്റ്റ് പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ വളരെ സൗണ്ട് ഉണ്ടാക്കാത്ത രീതിയിൽ വെള്ളത്തിലൂടെ പതുക്കെ മന്ദം മുമ്പോട്ട് നീങ്ങി നടന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് ടൈഗർ മുമ്പിൽ നടന്നു പോയിട്ട് കാണുന്നു. അപ്പം ടൈഗറിനെ ആദ്യമായിട്ട് കാണുമ്പോഴുണ്ടാകുന്നൊരു സ്വാഭാവികമായിട്ടുള്ളൊരു ടെൻഷൻ നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ പതുക്കെ വീണ്ടും അവിടെ നിൽക്കും,
ടൈഗർ നടന്നു പോകുന്ന സമയം ഡിസ്റ്റർബ് ചെയ്യാതെ അതും നമ്മളും തമ്മിലൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയിട്ട് ടൈഗർ എപ്പോഴും ഒരു 10 മണി സമയമാകുമ്പോഴത്തേക്ക് അത് മണൽത്തിട്ടകളിൽ കിടന്നിട്ട് അത് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. മനുഷ്യൻ്റെ കൂട്ട് ഫുൾ ടൈം ആദ്യ പിടിച്ച് നടക്കുന്ന ജീവികളാണ്. മനുഷ്യർ മാത്രമാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ കിടന്ന് അധ്വാനിക്കുക. 10 മണി തൊട്ട് ഒരു 3 മണി വരെയുള്ള സമയം വെയിലുദിക്കുന്ന സമയത്ത് ഇതിങ്ങനെ മണൽത്തിട്ടകളിൽ കിടക്കും. ഞങ്ങൾ ജസ്റ്റ് അതിനൊരു 20 മീറ്റർ 30 മീറ്റർ മാറിയിട്ടായിട്ട് എൻ്റെ ലോങ് ലെൻസ് ആയിരുന്നു. അപ്പോൾ എനിക്കത് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെ ഒരു ആൽമരം നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വേരുകളുടെ ഇടയിലായിട്ട് ഞാൻ ഇരിക്കുകയും വെള്ളത്തിലേക്ക് മുട്ടുകുത്തിയിരുന്നു. അങ്ങനെ വെള്ളത്തിൻ്റെ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് പടങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും ഈ അത്തിമരത്തിൽ നിന്നുള്ള കായ് ഇങ്ങനെ വെള്ളത്തിലേക്ക് വീഴുന്നുണ്ടായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ അത് വീഴുന്ന ശബ്ദം കേൾക്കുമ്പം ഈ ടൈഗർ തല ഉയർത്തി നോക്കും, എന്നിട്ട് വീണ്ടും കിടക്കും. അപ്പോൾ ഞങ്ങൾ ഇട്ടിരിക്കുന്ന തലയിലെ തൊപ്പിയും അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സ്റ്റില്ലായിട്ട് നിൽക്കുമ്പം മൃഗങ്ങൾക്ക് കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമേ കാണാൻ പറ്റൂ. ചില പക്ഷികൾക്കും ഷഡ്പദങ്ങൾക്കും ഈ അതിനൊക്കെയാണ് കളർ കാണാൻ പറ്റുക. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമ്മൾ സ്റ്റില്ലായിട്ട് ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ ടൈഗർ നമ്മളെ രൂക്ഷമായിട്ട് നോക്കിയാൽ പോലും നമ്മൾ മനുഷ്യരാണെന്ന് അറിയാൻ പറ്റില്ല. നമ്മളുടെ മൂവ്മെൻറ്റും നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മാത്രമാണ് ടൈഗർ മനുഷ്യരാണെന്ന് മനസ്സിലാകുന്നതിന്. അപ്പം ഇത്തരം യാത്രകളെ ഇപ്പൊ പറഞ്ഞു, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു. ഇത്തരം യാത്രകളെല്ലാം എങ്ങനെയാണ്? നിങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു ഗ്രൂപ്പിനോടൊപ്പമാണോ യാത്രകൾ ഉണ്ടാവാറ്? അതല്ല ഒറ്റയ്ക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ പകർത്താനുള്ള ഒരു വ്യഗ്രതയിൽ ചെറിയ ചെറിയ സംഘങ്ങളായിട്ടാണോ, ഒറ്റയ്ക്കാണോ യാത്ര കൂടുതൽ ഉണ്ടാവാറ്? എൻ്റെ യാത്രയിൽ മിക്കവാറും ഞാൻ മാത്രമായിരിക്കും യാത്ര ചെയ്യുക. കാരണം നമ്മളൊരു വൈൽഡ് ലൈഫിലേക്ക് കയറി കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന നല്ല ഫോട്ടോസ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. കാരണം അവരുടെ ആശയങ്ങളും എൻ്റെ ആശയങ്ങളും തമ്മിലുള്ള വ്യത്യസ്തതയും അവരുടെ സൗണ്ടുകൾ, കാടിൽ നമ്മളെ അറിയാനുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം നമ്മളെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനാണ് പ്രേരിപ്പിക്കുക. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു ഗൈഡ് കൂടെ ഉണ്ടാവും. ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പടങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഷെഫീഖിൻ്റെ അടുത്ത യാത്ര കാനഡയിലേക്കാണെന്ന് കേട്ടു. എന്തൊക്കെയാണ് മനസ്സിലുള്ളത്? ഒപ്പം കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എത്രത്തോളമുണ്ട്? എൻ്റെ അടുത്ത ജൂലൈയിലാണ് അലാസ്ക കൺസർവേഷൻ ഫൗണ്ടേഷനിൽ നിന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പോൺസർ ദുബൈയിൽ നിന്നാണ് സ്പോൺസർ ഉള്ളത്. അപ്പോൾ വിസ അപ്ലൈ ചെയ്യണം. വിസ കിട്ടിക്കഴിയുകയാണെങ്കിൽ ദൈവം സഹായിച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റെ അപേക്ഷ നൽകിയിട്ടുണ്ട് എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൂടെ കിട്ടിക്കഴിയുകയാണെങ്കിൽ എനിക്ക് പോകാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കുടുംബത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊരു മകനാണുള്ളത്, വൈഫ് സഗീന. ഞങ്ങൾ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും ഞാൻ ഓഫീസിൽ തിരക്കേറിയ സമയത്ത് ഓടി വീട്ടിലേക്ക് എത്തുകയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് തരികയും വന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രചോദനം തരികയും പല രീതിയിലും ഈ എഡിറ്റിങ്ങിലും പല കാര്യങ്ങളിലും. ശരി, ഏതായാലും വളരെയധികം നന്ദി അല്പസമയം ഞങ്ങളോടൊപ്പം മോർണിംഗ് ഷോയിൽ ചിലവഴിച്ചതിന്. ഇനി അങ്ങോട്ടും കൂടുതൽ ദൃശ്യങ്ങൾ പകർത്താനും കൂടുതൽ വലിയ രീതിയിൽ അത് ചർച്ചയാവാനും സഹായകരമാവട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ്. വളരെയധികം നന്ദി. Oh, thank you very much. Thank you.